ഹായ് വണക്കം നമസ്കാരം നമസ്തേ ഞാൻ നിങ്ങളുടെ ശ്രീനിധി. നോട്ട് എ റിവ്യൂ എന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനിരുന്നൊരു സംഭവമാണിത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ചില പ്രശ്നങ്ങളും ചില കാര്യങ്ങളും ചില ഇതൊക്കെ കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കിനി ഇന്നങ്ങോട്ട് തുടങ്ങുവാനുണ്ട്. നോട്ട് എ റിവ്യൂ എന്ന സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ കാണുന്ന സിനിമ, ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പം ആക്ച്വലി അത് കുറച്ച് ജനകീയമായി തുടങ്ങി. അപ്പോൾ എനിക്കും ഒരു സിനിമ കാണുമ്പം അതിനെക്കുറിച്ചുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ അത് ഷെയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സീരീസ് ആയിരിക്കും. ഇതിൽ നിങ്ങൾ കണ്ട സിനിമകളുണ്ടാകും, നിങ്ങൾ കാണാത്ത സിനിമകളുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. സോ അതെല്ലാം ഒരു കോർത്തിണക്കിയ ഒരു സീരീസ് ആയിരിക്കും ഇത്. എല്ലാ ശനിയാഴ്ചയും ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിൽ നിന്നൊരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയാണ് നമ്മളിപ്പം ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? നോട്ട് എ റിവ്യൂ സീരീസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PT സാർ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. ലൈക്ക് മെയ് 24 സിനിമ ഇറങ്ങിയത്. സിനിമ ലൈക്ക് OTT വന്നിട്ടും ഒരു 2 ആഴ്ചത്തോളമായി. ഞാൻ ആക്ച്വലി കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസൻറ്റ് ചെയ്യാനിരുന്ന വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ വിട്ടുപോയി. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കാർത്തിക് വേണുഗോപാൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. ഈശ്വരി കേസ് മൂവി ബാനറിലാണ് സിനിമ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നത് ഹിപ്ഹോപ്പ് തമിഴൻ ആസ് എഴുതുന്നു. അതേപോലെ കശ്മീര പ്രദേശി ഹിപ്ഹോപ്പ് തമിഴൻ പേര് വന്നിരിക്കുന്നത് അനഘ സുരേന്ദ്രൻ. നമ്മുടെ ആക്ച്വലി ഒരു മലയാളിൻ്റെയാണ്. ഭാസ്കർ ദറാസ്കൽ, പിന്നെ 5 സുന്ദരികൾ എന്ന് പറഞ്ഞ സിനിമകാരന് ബാല്യവേഷം ചെയ്ത് ഓമൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ റീസെൻ്റായിട്ടൊരു മലയാള സിനിമയിൽ നായികയായിരുന്നു. ഇപ്പം ഒരു എന്താ പറയുക ഹീറോയിൻ വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഹീറോ അനഘ സുരേന്ദ്രൻ മുന്നോട്ട് കൂടെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയാം. പിന്നെ ദേവദർശിനിയാണ് നമ്മുടെ കാഞ്ചന സീരീസിനകത്തൊക്കെ രാഘവ ലോറൻസിൻ്റെ ഏകത്തെ മേഖലയായിരുന്നു ക്യാരക്ടറാണ്. അതേപോലെ പ്രഭു സാറുണ്ട്, ത്യാഗരാജൻ സാറുണ്ട്, ഭാഗ്യരാജ് സാർ ചെറിയ ക്യാമിയോ ഭാഗ്യരാജ് സാർ. പിന്നെ മുൻഷികാന്ത് സാറുണ്ട്, ഈ നമ്മുടെ രക്ഷസെന്ന. അതേപോലെ ഒരുപാട് സിനിമകളിൽ ഹ്യൂമർ റോൾ ചെയ്യുന്ന ഇതിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ എന്നോട് സിനിമ എന്നാണെന്ന് വെച്ചാൽ സിനിമ നല്ലൊരു സിനിമയാണ്. വേറെ അതിനകത്ത് എന്താ പറയുക ഇത് അതൊന്നുമില്ല, നല്ലൊരു സിനിമയാണ്. ഞാൻ ഫാമിലിയോടൊപ്പം എത്തുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും അത് തന്നെ സജസ്റ്റ് ചെയ്യും. കാരണം ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. എനിക്കൊന്ന് റിലീസായ സമയത്ത് സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് കിട്ടിയത്. സിനിമ ഞാൻ കഥ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ പറഞ്ഞ ടൈറ്റിൽ പറയുന്ന പോലെയും അതേപോലെ ട്രെയിലർ പറയുന്ന പോലെ സിനിമ ഡീൽ ചെയ്യുന്നത് PT സാർ. ഇപ്പോൾ തമിഴൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പുള്ളിക്കാരനൊരു PT സാറാണ്. ഒരു സ്കൂള്, പുള്ളിക്കാരൻ്റെ പേര് കനകവേൽ എന്നാണ്. അപ്പം ആ സ്കൂളിലെ PT സാറായിരിക്കുമ്പം നടക്കുന്ന ചില കാര്യങ്ങളും ചില സിറ്റുവേഷൻസും ചില ഹ്യൂമർ സിറ്റുവേഷൻസിലൊക്കെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് നായകൻ്റെ ഒരു കാരിക്കേച്ചർ ഉണ്ടാകുന്നത്, നായകൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്കെച്ച് നമുക്ക് തരുന്നുണ്ട്. എങ്ങനെയാണ് പുള്ളിക്കാരൻ, അതേപോലെ പുള്ളിക്കാരൻ്റെ അമ്മ പുള്ളിക്കാരൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്, അതിന് പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് ഒരു റീസണിങ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു നമ്മൾ ഓക്കെ ഒരു സിനിമ ഷോ അങ്ങനെ പോകുന്ന സമയത്താണ് സിനിമ ഗിയർ ചെയ്തിട്ട് മെയിൻ സാധനത്തിലേക്ക് വരുന്നത്. ഈ ട്രെയിലർ കണ്ട ആൾക്കാർക്ക് അറിയാം എന്താണ് ഇതിൻ്റെ കണ്ടന്റ്. അനഘ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന കഥാപാത്രം. പുള്ളിക്കാരി റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടാവുകയാണ് പുള്ളിക്കാരിക്ക്. സോ പുള്ളിക്കാരെ എസ്കേപ്പ് ചെയ്ത് ലൈക്ക് പുള്ളിക്കാരെ പാരൻസിൻ്റെ അടുത്ത് വിക്ടിമൈസേഷൻ അല്ലെങ്കിൽ വിക്ടിം. നമ്മൾ ഒരുപാട് സിനിമയിൽ റേപ്പ് വിക്ടിംസിനെ എന്താ പറയുക പോർട്രേ ചെയ്യുന്നത്, അതേപോലെ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് എല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു വിക്ടിമിനോട് നമ്മുടെ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം
പെരുമാറേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു സോഷ്യൽ മെസ്സേജ് ഞാൻ പറയുന്നത്. കാരണം മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് എന്താ പറയുക, ഒരു 2 മിനിറ്റ് ചിന്തിക്കാൻ അല്ലെങ്കിൽ 10 മിനിറ്റ് ചിന്തിക്കാൻ തോട്ടാണ്. ഇതെല്ലാവരും അവരുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സോഷ്യൽ തോട്ട് പറഞ്ഞേക്കാം. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനോട് ഒരു സോഷ്യൽ തോട്ട് പറഞ്ഞു വെക്കണം. അപ്പോൾ ഈ അനിത സുരേന്ദ്രൻ്റെ ലൈഫിൽ അത് കഴിഞ്ഞിട്ടും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അത് കനകവയിൽ അതിലോട്ട് വന്നിട്ട് എങ്ങനെ അത് ഡീൽ ചെയ്യും, പുള്ളിക്കാരൻ എങ്ങനെ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഇൻ്റർവെല്ലിൽ ഒരു ഫൈറ്റല്ലത്. ഇൻ്റർവെല്ലിൽ നമ്മൾ പറഞ്ഞത് ഒരു നല്ല തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ അടുത്താക്കാം എന്ന് പറയുന്ന ഒരു സംഭവം ഇൻ്റർവെല്ലൊക്കെ. ക്ലൈമാക്സിൽ ഒരു കിഡിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. സോ അതെനിക്ക് ഭയങ്കര നല്ലൊരു പഞ്ചായത്ത് വരും. മൊത്തത്തിൽ പറഞ്ഞ സിനിമ കൊള്ളാം. ഞാൻ ആമസോൺ വാങ്ങുന്നത്. ആമസോൺ ഇപ്പോൾ 2 ഓപ്ഷനിലാണ് പോകുന്നത്. അതിലാണ് കണ്ടത്. കുടുംബത്തോടൊപ്പം ഇരുന്ന് ഒരു വട്ടം സമാധാനത്തോടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചില സെക്കൻഡ് ഹാഫിൽ ഒരു സീനൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന റിയലക്ഷൻ ഇപ്പോൾ തന്നെ അവിടുത്തെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടു. റേറ്റിംഗ് സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനൊരു ഒരു ലിമിറ്റുണ്ട്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ 5 out of 5 കൊടുക്കാറുണ്ട്. അപ്പോൾ വേറെ ആൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാറുണ്ട്. സോ റേറ്റിംഗ് സംഭവമൊന്നും നമ്മുടെ ചാനലിലില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അതേപോലെ ഞാൻ റെക്കമെൻഡ് ചെയ്തു. ഒരു വർത്ത് എ വാച്ചാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഹിന്ദി. നമ്മളിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നതാണ് ഒരു ഹിന്ദി സിനിമയെ കുറിച്ചാണ്. മുഞ്ചെ റീസെൻ്റായിട്ട് വന്ന ഹിന്ദി സിനിമകൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ബ്ലോക്ക് ബസ്റ്ററായി. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ഭയങ്കരമായിട്ട് ഒരു 100 crores ചെയ്തൊരു സിനിമയാണ്. ഞാനിവിടെ സോലാപൂരിലാണ് സിനിമ കണ്ടത്. സിനിമ അടിപൊളി ഒരു പടമാണ്. ഈ പടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീ അല്ലെങ്കിൽ നഡോക്കിൻ്റെ പാരാനോർമൽ മൂവീസിൻ്റെ ഫാൻസിന് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സ്ത്രീ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി. സ്ത്രീ, അത് കഴിഞ്ഞിട്ട് റൂഹി, അത് കഴിഞ്ഞിട്ട് ബേഡിയ, പിന്നെ ബേഡിയയും സ്ത്രീയും കൂടി കണക്ട് ചെയ്ത് അടുത്ത മുഞ്ചിലോട്ട് വരുമ്പോൾ മുഞ്ചിയ, ബേഡിയ, സ്ത്രീ ആ യൂണിവേഴ്സ് ഫുള്ളായിട്ട് കണക്ട് ചെയ്താണ് സിനിമ നടത്തി. സിനിമയെക്കുറിച്ച് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അഭയവർമ്മ, ബിട്ടു എന്ന് പറയുന്ന പ്രധാന കഥാപാത്രത്തെ ശർവാരി വർമ്മ. അഭയവർമ്മ നമുക്ക് പ്രധാന ഇതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, കാസ്റ്റ് കുറച്ചുള്ളൂ. പക്ഷെ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു റോള് അടിച്ചിട്ടുണ്ട്. അതിൽ 10 മിനിറ്റ് ആണെങ്കിലും സിനിമ മുഴുവനാണെങ്കിലും ഇതിൽ അടിച്ചിട്ടുണ്ട്. അതിൽ ശർവാരി ബാഗ് എന്ന് പറയുന്ന ഫീമെയിൽ ലീഡ്. ആക്ച്വലി പുള്ളിക്കാരിക്കും അവസാനം സിനിമ തീരാറാവുന്ന സമയത്തൊക്കെ കുറച്ച് മൂമെൻസൊക്കെ ഉണ്ട്. കിഡിലുമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ചില സമയത്തൊക്കെ ചില ഹീറോയിൻസ് ചില കോമിക് സിറ്റുവേഷൻസ്, ഹ്യൂമർ സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നുന്ന ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയുടെ അവസാനം കണ്ടിട്ടുണ്ട്. പിന്നെ സത്യരാജ് സാറുണ്ട്. നല്ലൊരു നല്ല റോളാണ്. പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ അധികം പറയുന്നത്. മോനാസ് ഈ എന്താ പറയുക, ബിട്ടു എന്ന് പറഞ്ഞ പ്രധാന കഥാപാത്രം അമ്മ വേഷത്തിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് ഈ കഥാപാത്രങ്ങളെല്ലാവരും പുള്ളിയായിട്ട് ചെയ്തു. അതേപോലെ ബിട്ടുവിൻ്റെ കൂട്ടുകാരനായിട്ടായിരുന്നു പുള്ളിക്കാരൻ്റെ സ്പിൽബർഗ് എന്നാണ് പുള്ളിക്കാരൻ ക്യാരക്ടറിന് പേര്. പുള്ളിക്കാരൻ്റെ യഥാർത്ഥ കാസ്റ്റിംഗ് എനിക്ക് അറിയാം. പക്ഷെ ചെറിയ കൗണ്ടറുകളുണ്ട്. ഈ കൗണ്ടർ അതേപോലെ ഈ നമ്മുടെ ഹെൽപ്ലെസ്നെസ് സിറ്റുവേഷനിൽ നമ്മൾ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. അത് അതേപോലെ പുള്ളിക്കാരൻ കിടുകായിട്ട് പറയുന്നത്. സോ അത് പുള്ളി കിട്ടില്ലാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത ഒരു ക്യാരക്ടറിനാണ് ഇതിനകത്ത് അച്ഛമ്മ ക്യാരക്ടറാണ് സുഹാൻ ജോഷി. അതാണ് ഇതിനകത്ത് ക്യാരക്ടറായിട്ട് കുറച്ച് നേരം എടുക്കും. ഇതൊന്ന്
സ്റ്റാർട്ടിൻ്റെ ഒരു മാക്സ് ടു മാക്സ് 20 മിനിറ്റിനകത്തേ ഉള്ളൂ പുള്ളിക്കാർക്ക് സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ആ 20 മിനിറ്റ് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സൂപ്പർ പൊളി ഒരു ഇമോഷണൽ ബ്രേക്കിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് സോ ഇത് എന്നെ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്തും അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മഡോക്കിൻ്റെ അല്ലെങ്കിൽ ഈ സ്ത്രീ സീരീസിൻ്റെ സിനിമകളെല്ലാം പറയുന്നത് ഒരു ബേസിക് ഫോക്ലോർ കോൺസെപ്റ്റാണ്. സ്ത്രീ ആണെങ്കിലും അതേപോലെ ദേവി ആണെങ്കിലും ദേവിയാണെങ്കിലും അതേപോലെ ഇഞ്ചി ആണെങ്കിലും ഒരു ബേസിക് ഫോക്ക് കോൺസെപ്റ്റ് ബന്ധപ്പെട്ടാണ് അവരുടെ സിനിമകളൊക്കെ. ഇതും അതേപോലെ ഒരു സിനിമയാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഫോക്ക് കോൺസെപ്റ്റിൽ ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. നമ്മുടെ സ്ത്രീ സീരീസിനൊക്കെ വന്നാൽ ബേസിക് ഫോക്ക് കോൺസെപ്റ്റ് തന്നെയാണ്. സോ അങ്ങനെ എന്താണ് മുഞ്ച എന്നുള്ള കഥാപാത്രം അല്ലെങ്കിൽ എന്താണ് ആ കോൺസെപ്റ്റ്, എന്താണ് ലെജൻഡിനെ പറ്റിയൊക്കെ പറയുന്നത് ഫസ്റ്റ് നമുക്ക് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്താണ് സംഭവം എന്നൊക്കെ പറയാം. സിനിമയിൽ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ ലെജൻഡ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളെ സെൻട്രൽ ക്യാരക്ടറിനെ കാണിക്കുന്നു, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് കാണിക്കുന്നത്, എന്താണ് അത് തമ്മിലുള്ള മനുഷ്യൻ എങ്ങനെയാണ് പുള്ളിക്കാരൻ കണക്ക്. എനിക്കൊന്ന് 2.25 മണിക്കൂർ സമയമുണ്ട്. കറക്റ്റ് ഡ്യൂറേഷനാണ്, കറക്റ്റ് രീതിയിൽ ആ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത്. പിന്നെ ആ മുഞ്ചയും അതേപോലെ ഈ സെൻട്രൽ ക്യാരക്ടറും കണക്റ്റ് ആവുന്നു. എങ്ങനെ ഈ ഷബാരിവാദം എന്ന് പറഞ്ഞ ഫിലിമിലെ ഇതിനകത്തോട്ട് കണക്റ്റഡ് ആവുന്നു. ഈ ഫ്രണ്ട് അവരുടേതായിട്ടുള്ള ഹ്യൂമർ സിറ്റുവേഷൻസ്, കോമഡി സിറ്റുവേഷൻസ്, അതേപോലെ ഹൗ മുഞ്ച കുറച്ച് എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഡേഞ്ചറസ് ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയുള്ള സീൻസും സിനിമയിൽ അധികം എന്താ പറയുക നമ്മുടെ പ്രേതത്തിൻ്റെ ഭീകരത കാട്ടാൻ വേണ്ടി സിനിമ കുത്തി നിറച്ചിട്ട് സീൻസ് കുത്തി നിറച്ചിട്ടൊന്നുമില്ല. വേണ്ടുന്ന സീൻസ് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സിനിമകളാണ്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കന്ന് അവസാനത്തെ ഒരു 30 മിനിറ്റ് പുറത്താണ്. എന്നാൽ പടം വേറെ ലെവലായതാണ്. അവസാനത്തെ 30 മിനിറ്റാണ് നല്ലൊരു ക്യാസൊക്കെ പറഞ്ഞ നല്ലൊരു പടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി പറയാൻ വിട്ടൊരു കാര്യം, ഇതിൻ്റെ സമുദായം ആദിത്യ സപ്പോർട്ടുകാരെന്ന് പറഞ്ഞിരിക്കുന്ന മറാഠി ഫിലിം ഡയറക്ടറാണ്. ഇതൊന്ന് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഹിന്ദി സിനിമയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ആണെന്ന് തോന്നുന്നു. എന്തായാലും ജോംബി വെല്ലി എന്ന് പറയുന്നത് ഒരു മറാഠി ജോംബി മൂവി, ഫസ്റ്റ് മറാഠി ജോംബി മൂവിയാണ്. അത് ഈ പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഒരു ഹൊറർ കോമഡീസ് ആണെങ്കിൽ നമുക്കൊരു അതേപോലെ ലാൻഡ്സ്കേപ്പ്. കാരണം ഞാൻ എൻ്റെ കൊച്ചിലെ ഞാൻ കുട്ടോളി മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. സോ ഈ കൊങ്കൺ ലാൻഡ്സ്കേപ്പ് അതേപോലെ ലൊക്കേഷൻസൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. അവിടുത്തെ ഒരു കോൺസെപ്റ്റാണ്, അവിടുത്തെ ഒരു ഫോക്ലോർ കോൺസെപ്റ്റാണ്. സോ എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ലാൻഡ്സ്കേപ്പ് ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ പുള്ളിക്കാരൻ അത് ക്ലിയർ ചെയ്തു. ഇന്ത്യൻ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റൊക്കെ നിറയെ പെട്ടെന്ന് പറയുന്നത് പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മഡോക്ക് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നിങ്ങൾ സിനിമ കണ്ട് ഒരു പാട്ടുണ്ട്, ആ പാട്ടും കൂടി കഴിഞ്ഞിട്ട് ഒരു മിക്രഡിച്ചും കൂടി ഉണ്ട്. തിയേറ്ററിൽ പോയി കാണുന്നവരാണെങ്കിൽ അത് ആ മിക്രഡിച്ച് മിസ്സാക്കാറുണ്ട്. വലിയ രീതിയിലൊന്നുമല്ല, പക്ഷേ നമ്മുടെ സ്ത്രീ യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് മുഞ്ച് മുതൽ പറഞ്ഞ അടിപൊളി പടം. കുടുംബത്തോടൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നു. പിന്നെ ഹൊറർ കോമഡി ജോണറിൽ വരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഒരുപാട് കുറവുകളൊക്കെ കാണും. അതെന്തായാലും ഞാൻ സജഷനും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ എനിക്ക് കേൾക്കാം. സോ ദാറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് വരട്ടെ. അപ്പം വരുന്നില്ല.